ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ മൃദുല സദാനന്ദൻ. മൃദുലാനന്ദത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഹൽവയാണ് ഉണ്ടാക്കുന്നത്. അതെന്താണെന്നറിയോ? ഞാൻ വാഴയുടെ ഇല വെച്ചിട്ടാണ് ഹൽവ ഉണ്ടാക്കുന്നത്. വാഴയുടെ ഇല കൊണ്ടാണ് ഞാനിന്ന് ഹൽവ ഉണ്ടാക്കുന്നത്. അത് ഒരു എന്താ പറയുക, ഒരു പ്രത്യേക ടേസ്റ്റുമാണ്, ഒരു പ്രത്യേക കളറുമാണ് ഒക്കെയാണത്. അപ്പോൾ അതിലേക്ക് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഹൽവ ഉണ്ടാക്കാനായിട്ട് ഞാൻ കുറച്ച് ഒരു ഇല മുറിച്ച് കൊണ്ട് വന്നിട്ടുണ്ട്. അതിന് ഇലയുടെ നമുക്കുണ്ടല്ലോ, ഈ ഇങ്ങനത്തെ തണ്ടുഭാഗം ഉണ്ടല്ലോ, ഈ തണ്ടുഭാഗം നമുക്ക് വേണ്ട കേട്ടോ. ഈ തണ്ടുഭാഗം ഇല്ലാതെ നമുക്ക് എടുത്താൽ മതി. തണ്ടുഭാഗം ഞാൻ എടുത്തിട്ടില്ല. ബാക്കിയുള്ള ഭാഗം ഞാനിതാ ഇത്രയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ തണ്ട് കളഞ്ഞു. ഇനി ബാക്കിയുള്ള ഈ ഇല ഉണ്ടല്ലോ, ഈ ഇല നമുക്ക് അങ്ങോട്ട് നുറുക്കി വയ്ക്കാം. ഇങ്ങനെ പിടിച്ച് നന്നാക്കി ഇങ്ങോട്ട് നുറുക്കിയെടുക്കാം. കണ്ടില്ലേ? വല്ലാതെ മൂത്ത ഇലയാവരുത് കേട്ടോ. ഒരു തളിരിന്റെ ഇപ്പുറത്ത് അല്ലെങ്കിൽ ഇപ്പുറത്തെ മതി. വല്ലാതെ അടിഭാഗത്ത് നമുക്ക് വേണ്ട. ഏറ്റവും കൂമ്പ് പോയിട്ടുണ്ടാവില്ല, കൂമ്പിന്റെ അപ്പുറത്ത് അല്ലെങ്കിൽ ഇപ്പുറത്ത് അത്രേ നമുക്ക് വേണ്ടു. വല്ലാതെ മൂത്തത് വേണ്ട കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഇതേപോലെ നുറുക്കിയിട്ട് ഒക്കെ നുറുക്കി വെക്കട്ടെ. ഞാൻ നുറുക്കി വെച്ചതിൻ്റെ ശേഷം കാണിക്കാം. ഹൽവ ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ ഞാൻ ഇല അതേപോലെ നുറുക്കി വെച്ചിരിക്കുന്നത് കണ്ടില്ല. അത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ് ആ ഇല നുറുക്കിയിട്ട്. പിന്നെ ഞാൻ ഈ ഗ്ലാസ്സിന് ഒരു 1.5 ഗ്ലാസ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു 4.5 ടേബിൾ സ്പൂണ് നല്ലോണം കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. കഷ്ടി ഒരു 5 ടേബിൾ സ്പൂൺ തന്നെ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് വെളുത്ത എള്ള് വെച്ചിട്ടുണ്ട്. ഞാൻ അണ്ടിപ്പരിപ്പ് നെയ്യിൽ വറുത്തിട്ട് വെച്ചിരിക്കുകയാണത്. പിന്നെ നമുക്ക് കുറച്ച് നെയ്യും, പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കായും പഞ്ചസാരയും കൂടി ഞാൻ പൊടിച്ചിട്ടും വെച്ചിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളെ നമുക്ക് ഈ ഹൽവ ഉണ്ടാക്കാൻ ആവശ്യമുള്ളൂ. ഞാനിവിടെ ഈ ഇല വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടല്ലോ, അത് നമുക്ക് എടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് ഒന്നങ്ങടെ അരച്ച് കൊണ്ടുവരാം. എനിക്ക് അത്യാവശ്യത്തിന് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അരച്ചെടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ അരച്ച് കൊണ്ടുവരാം. നമ്മളുടെ ഇല ഞാനിവിടെ അരച്ച് കൊണ്ട് വന്നിട്ടുണ്ട്. അത് നമുക്കൊരു അരിപ്പയിൽ ഇങ്ങോട്ട് അരിച്ചെടുക്കാം. നന്നായി ഇങ്ങോട്ട് അരിച്ചെടുക്കാം. ഇങ്ങോട്ട് പിഴിഞ്ഞെടുക്കാം. കണ്ടില്ലേ? ഇനി നമുക്ക് ഈ ജ്യൂസ് എടുത്തതിൻ്റെ ശേഷം ഉണ്ടാക്കാം. കണ്ടില്ലേ? ഇത്രയും ജ്യൂസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഈ പാത്രത്തിൽ സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഇതിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തി വയ്ക്കാം. നമ്മൾ ഈ പാത്രത്തിലാണ് സെറ്റ് ചെയ്യാൻ വെക്കണതേ. ഞാൻ കുറച്ച് നെയ്യ് എടുക്കട്ടെ. ഇതേപോലെ നമുക്ക് ഇങ്ങോട്ട് പരത്തി വയ്ക്കാം. ഇതൊക്കെ ആദ്യം തന്നെ ഇങ്ങനെ ആക്കി വെക്കണം. എന്നാലേ നമുക്ക് ആയത് വഴി തന്നെ പെട്ടെന്ന് ഇതിലേക്ക് ഒഴിക്കണേ. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഗ്യാസ് കത്തിച്ച് ഉണ്ടാക്കാനൊക്കെ നോക്കാം. ഞാനിവിടെ ഒരു പാൻ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അത് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്കുണ്ടല്ലോ
ഈ ജ്യൂസ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം. നമ്മൾ ഈ ഇലയുടെ വാഴയുടെ ഇല നമ്മൾ ജ്യൂസാക്കി എടുത്തിട്ടുണ്ടല്ലോ, അത് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. അതങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു. അതൊന്നും ഇങ്ങോട്ട് ചൂടായിട്ട് വരട്ടെ. നമ്മളുടെ ഈ ജ്യൂസ് ഇവിടെ നന്നായി കുറുകി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഈ കോൺഫ്ലവർ അങ്ങോട്ട് കലക്കിയത് ഒഴിച്ചു കൊടുക്കാം. അത് ഒഴിച്ചു കൊടുക്കാറാകുമ്പോൾ നമ്മൾ ഒന്നും കൂടി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് കട്ട കുത്തുപോയി. കലക്കിയിട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് കോൺഫ്ലവർ ഒഴിച്ചതിന് ശേഷം നമ്മൾ ഇളക്കി കൊണ്ടേ ഇരിക്കണം കേട്ടോ, എപ്പോഴും കൈയെടുക്കാനേ പാടില്ല. കണ്ടില്ലേ, ഇതേപോലെ ഇങ്ങനെ ഇളക്കിയിട്ട് ഇനി നമുക്ക് അതിലേക്ക് ഒന്നും കൂടി ഇങ്ങോട്ട് ആയതിൻ്റെ ശേഷം പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഒന്നും കൂടി ഇട്ട് കുറുകിക്കോട്ടെ. കണ്ടില്ലേ, ഞാൻ ഈ പഞ്ചസാര അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് നോക്കുക, എന്നിട്ട് പിന്നെ ഇടാം. പഞ്ചസാര ഇട്ടപ്പോൾ കണ്ടില്ലേ, ഒന്നും കൂടി അങ്ങോട്ട് വെള്ളം പോലെയായി. ഇനി ഒന്നും കൂടി കുറുകി വരട്ടെ. നമുക്ക് അതിലേക്ക് ഇനി കുറച്ച് നെയ്യ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്നും കൂടി കുറുകി വരട്ടെ. പഞ്ചസാര നമുക്കൊന്ന് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്, അല്ലെങ്കിൽ കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം. കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം. അത് മുഴുവൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്നുകൂടി നന്നായി കുറുകി വരട്ടെ. സിമ്മിലിട്ടാൽ മതി കേട്ടോ. ഒന്നുകൂടി കുറുകി വരട്ടെ. നമുക്കിനി അതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കായും പഞ്ചസാരയും ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട് പറഞ്ഞില്ല, അതും കൂടി ഇട്ട് കൊടുക്കാം. അതും കൂടി ഇട്ട് കൊടുത്തു. ഒന്ന് നന്നായി കുറുകി വരട്ടെ. ഏകദേശമായി വന്നിട്ടുണ്ട്. നമുക്കിനി ഉണ്ടല്ലോ കുറച്ച് വെളുത്ത എള്ള് നമുക്ക് അതിലേക്ക് വിതറി കൊടുക്കാം. നല്ലതാ വെളുത്ത എള്ള് ഇടുമ്പോഴേ, പിന്നെ കാണാനും ഒരു ഭംഗിയാണ്. പിന്നെ നമുക്ക് ഈ അണ്ടിപ്പരിപ്പ് കുറച്ച്, അതിന് ഞാൻ കുറച്ച് എടുത്തിട്ട് ഇങ്ങനെ ഇടുന്നുണ്ട്. കുറച്ച് നമുക്ക് അടിഭാഗത്ത് ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. കണ്ടില്ലേ, അങ്ങനെ വിട്ടു പോരുന്ന പോലെ അങ്ങനെ ആവണം. കണ്ടില്ലേ, കണ്ടോ? ഒന്നും കൂടി ഇങ്ങോട്ട് ആയാൽ നമുക്കിങ്ങോട്ട് വാങ്ങിയിട്ട് ആ പാത്രത്തിൽ സെറ്റ് ചെയ്യാം. കണ്ടില്ലേ, ഇനി നമുക്കിത് വാങ്ങിയിട്ട് ആ പാത്രത്തിൽ സെറ്റ് ചെയ്യാം. കണ്ടോ, ഞാൻ അങ്ങോട്ട് പോരുന്നുണ്ടല്ലോ എങ്ങനെയായിട്ട്. കണ്ടില്ലേ, ഞാനിവിടെ കുറച്ച് എള്ളും അതേപോലെ കുറച്ച് അണ്ടിപ്പരിപ്പ് ഞാൻ ഇതിൻ്റെ അടിയിലിട്ട് കൊടുക്കുന്നുണ്ട്. അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തു. അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് എള്ളും കൂടി ഇട്ട് കൊടുത്തു. ഇനി നമുക്കിത് ഇതിലേക്ക് സെറ്റ് ചെയ്യാം. കണ്ടോ,
തട്ടി കൊടുക്കാം. ഇനി ഒരു അരമണിക്കൂർ നല്ലോണം ഇരുന്നോട്ടെ. അപ്പോഴേക്കും അതങ്ങോട്ട് സെറ്റായിക്കോളും. നമ്മളുടെ ഹൽവ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കിനി അതൊന്നും ഇങ്ങോട്ട് പാത്രത്തിലേക്ക് എടുക്കാം. കണ്ടില്ലേ, വിട്ട് വിട്ട് വരുന്നുണ്ടില്ലേ. ഇനി നമുക്കത് ഇതിലേക്ക് ഇങ്ങോട്ട് കൊട്ടി കൊടുക്കാം. കണ്ടില്ലേ, അങ്ങനെ നമ്മുടെ വാഴയില ഹൽവ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കിക്കോളൂട്ടാ. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. നമുക്ക് പെട്ടെന്ന് പോയിട്ട് ഇങ്ങോട്ട് പൊട്ടിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ഉണ്ടാക്കാനും പറ്റും. ദേഹത്തിന് വളരെ നല്ലതാണ് ഈ വാഴേൻ്റെ ഇലയുടെ സത്ത് എടുത്തിട്ടൊക്കെ നമ്മളിങ്ങനെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ. അതുകൊണ്ടാണല്ലോ ഈ ഊണഴിക്കുമ്പോൾ വാഴയുടെ ഇലയിൽ ഊണഴിക്കണം എന്ന് പറയണത്. എന്താ, ആ ചൂടുള്ള ചോറ് ആ ഇലയിൽ വിളമ്പുമ്പോൾ അതിൻ്റെ ആ ഒരു ഗുണങ്ങളും എല്ലാം നമ്മളെ ദേഹത്തിലേക്ക് കിട്ടുക. അപ്പം അത്രയും നല്ലതാണ് വാഴയുടെ ഇല. അപ്പം അത് വെച്ചിട്ടാണ് ഞാനിന്ന് നിങ്ങൾക്ക് ഈ ഹൽവ ഉണ്ടാക്കി കാണിച്ചത്. അപ്പം നിങ്ങളെല്ലാവരും ഇതേപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളാം. അപ്പം നമുക്ക് എന്നാലും അടുത്ത വീഡിയോയിൽ കാണാം.